25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാവരും ഈ സമുദായത്തിന്റെ പേര് കളയുന്ന ഏറ്റവും വലിയ പോയത്തക്കാരനായിട്ട് ഇപ്പോൾ ആര് മാറി? ഇബ്രാഹിം സക്കാഫി മാറി. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൊരവസ്ഥ. ഇവിടെ ഈ ഒരു സമൂഹത്തെ മൊത്തം ആളുകൾ ഇത്ര വൃത്തികെട്ടന്മാരാണോ ഇവർ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ട് എത്തിച്ചത് ഇബ്രാഹിം സക്കാഫിയാണ്. ഈ ഇബ്രാഹിം സക്കാഫിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി പറയും. ഇതാണ് ഇപ്പോൾ ഇബ്രാഹിം സക്കാഫിയുടെ അവസ്ഥ. എയറിലങ്ങ് പോയി.